ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷമാണ് കേട്ടോ. നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങളെല്ലാം മുത്തശ്ശൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മുത്തശ്ശൻ കുറച്ച് സമയത്തേക്ക് അത് മറച്ചു വെക്കുകയാണ്. ആദർശിനോട് പറയുന്നുണ്ട്, വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം മതി, അല്ലെങ്കിൽ പിന്നെ അവൻ അവിടെയും എന്തെങ്കിലും പണി ഒപ്പിച്ച് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. അതിൻ്റെ ആവശ്യമില്ല, പൂട്ടുമ്പോൾ അവനെ 4 വഴിക്കും അങ്ങ് പൂട്ടണമെന്ന് മുത്തശ്ശൻ പറയാണ്. അതനുസരിച്ച് അവരതൊക്കെ മറച്ചു വയ്ക്കുക. അതിനുശേഷം DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ നമ്മുടെ ജുവലറിയുടെ കളത്തരങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശൻ അബിയെ അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശനെ വിളിച്ച് അനഘയുടെ ജോലിക്കാരി പറയുന്നുണ്ട്, അനഘയുടെ ഫോൺ ഇവിടെയുണ്ട്, അതിനാണെങ്കിൽ ലോക്കുമില്ല. ഇടയ്ക്ക് 1-2 കോളൊക്കെ വരികയൊക്കെ ചെയ്തു. അനഘയുടെ സുഹൃത്തുക്കളാണ് വിളിച്ചതൊക്കെ. അതുകൊണ്ട് ഞാൻ ആ കോളുകൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ആ ഫോൺ ഇവിടെ വയ്ക്കുന്നതിലും നല്ലത് സാറ് തന്നെ കൊണ്ടുപോകുന്നതാണ്. അതുപോലെ അനഘയുടെ ചികിത്സയെ സംബന്ധിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള കുറേ പേപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാനൊരു ബാഗിലാക്കി വെക്കാം. അതെല്ലാം സാറ് വന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ സാറിന് ഉപകാരമായിരിക്കും. അതുമല്ല, ഇവിടെ അത് സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ ശരിയാണ്. അപ്പോൾ അനഘയുടെ ഫോൺ അവിടെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഉണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസമാണ് ശരിക്കും അത് കണ്ടത്. അതിന് ലോക്കും ഇല്ല സാറേ. പക്ഷേ ഞാൻ നേരത്തെ അത് കണ്ടിരുന്നെങ്കിൽ സാറിനെ അത് ഏൽപ്പിച്ചേനെ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാ, ആ ഫോൺ ചിലപ്പോൾ അതിൽ പല തെളിവുകളും കാണും. അതുകൊണ്ട് മറ്റാരും അത് എടുക്കാതെ നോക്കണം. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം, അതൊക്കെ എടുത്തു വെച്ചോളൂ, ഞാൻ കൊണ്ടുപോന്നോളാന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, അത് ആ ഫോൺ എടുത്തിട്ട് പോരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും തെളിവുണ്ടെങ്കിലോ ചന്തുമോളുടെ അച്ഛനെ കുറിച്ചിട്ട്. ആ ഫോൺ അവിടെ വച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇതിൻ്റെയൊക്കെ പിന്നെ മറ്റാരോ ഉണ്ട്. അവർ ആ ഫോൺ കയ്യിലാക്കിയാൽ അത് ശരിയാവില്ല. ഒരു നിർണായക തെളിവ് തന്നെയായിരിക്കും ആ ഫോൺ. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് പോയി അത് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതേസമയം ഈ ജോലിക്കാരി മുത്തശ്ശനോട് വിളിച്ച് പറയുന്നതൊക്കെ അബിയുടെ സുഹൃത്തുക്കൾ കേട്ടിട്ട് അബിയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് നിങ്ങളൊരു കാര്യം ചെയ്യ്, അങ്ങനെ മുത്തശ്ശൻ ഒരിക്കലും ആ ഫോൺ വാങ്ങാൻ പാടില്ല. അഥവാ വാങ്ങിക്കഴിഞ്ഞാൽ മുത്തശ്ശൻ അത് നോക്കിയാൽ എല്ലാം പൊളിയും. അനഘ അവളെന്നെ വിളിച്ചതിൻ്റെയും എനിക്ക് വീഡിയോ കോൾ ചെയ്തതിൻ്റെയും ചാറ്റ് ചെയ്തതിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് അതിലുണ്ട്. അതൊക്കെ മുത്തശ്ശൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ ചീട്ട് കീറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ ഫോൺ കൈക്കലാക്കണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ ശ്രമിക്കാം. പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തഞ്ചത്തിനല്ലേ പറ്റുള്ളൂ, ഇല്ലേ നമ്മുടെ കളികളെല്ലാം പൊട്ടില്ലേ സാറെന്ന് പറയാണ്. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളത് കൈക്കലാക്കണം എന്ന് പറയാം. അതേസമയം അപ്പോൾ തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അനഘയുടെ വീട്ടിലെത്തുകയാണ്. അനഘയുടെ വീട്ടിലെത്തുമ്പോൾ തന്നെ ജോലിക്കാരി ഈ ബാഗ് എടുത്ത് മുത്തശ്ശൻ്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, സാർ, അനഘയുടെ കുറച്ച് ഡീറ്റെയിൽസും പേപ്പേഴ്സും അതുപോലെ തന്നെ ആ ഫോണും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഫോൺ സാറ് നോക്കണം. അതിന് ലോക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സാറിന് നോക്കാൻ പറ്റും. അല്ലെങ്കിലും അത് സാറിൻ്റെ കൈ വെച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വളരെ ഉപകാരം നിങ്ങളിത് തന്നത് എന്ന് പറയുക. എന്നിട്ട് അനഘയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. എങ്ങനെയുണ്ട് അനഘയ്ക്ക് ഇപ്പം എന്ന് ചോദിക്കുമ്പോൾ ജോലിക്കാരി പറയുന്നുണ്ട്, അതുപോലൊക്കെ തന്നെ കിടക്കുകയാണ് സാർ. സാറിൻ്റെ കാരുണ്യം കൊണ്ടാണ് അനഘ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. ചികിത്സയും മരുന്നുകളും എല്ലാം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയൊന്നും അനങ്ങുന്നു പോലുമില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണാം. ഭക്ഷണം കഴിക്കാനും ഇപ്പോൾ വളരെ മടിയാണ്. കുഞ്ഞിനെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു അനഘയുടെ ഈ വിഷമം. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അനഘയോട്, അനഘ ചന്തുമോളുടെ കാര്യം ഓർത്ത് വിഷമിക്കാൻ പോകണ്ട. അവൾ അനന്തപുരി തറവാട്ടിലാണുള്ളത്. അവളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ അങ്ങനെ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവിടുത്തെ ഒരംഗത്തെ പോലെ തന്നെയാണ് കുഞ്ഞിപ്പം അവിടെ വളരുന്നത്. നൈനയും ആദർശവും ചന്തുമോളെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അനഘ ചന്തുമോളുടെ കാര്യം ഓർത്തിട്ട് ഒന്നും പേടിക്കേണ്ട. അനഘയുടെ അടുത്തുള്ളതിലും സുരക്ഷിതയായിട്ട് അവളവിടെയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനഘ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് എഴുകുന്നുണ്ട്. അപ്പോൾ അനഘയോട് പറയുന്നുണ്ട്, അനഘയുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. ചന്തുമോളുടെ അച്ഛനെക്കുറിച്ചിട്ടുള്ള വിവരമായിരിക്കും. അനഘയ്ക്കും അറിയായിരിക്കുമല്ലോ ആദർശല്ല ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യം. അത് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും അനഘയുടെ കണ്ണ് നിറയുന്നത്.
ആ കാര്യത്തിലും അനഘ വിഷമിക്കേണ്ട. ചന്തുമോളുടെ യഥാർത്ഥ അച്ഛനെ ഞങ്ങൾ തന്നെ കണ്ടെത്തും. ഒരിക്കലും ആദർശിൻ്റെ തലയിലേക്ക് ആ പഴി വെച്ച് കെട്ടില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. എന്നിട്ട് മുത്തശ്ശൻ ജോലിക്കാരോട് പറയുന്നുണ്ട്, അനഘയെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ആരൊക്കെയോ ശത്രുക്കൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നാടകങ്ങളൊക്കെ കളിച്ചതും ആദർശൻ ആണ് ചന്തുമോളുടെ അച്ഛനെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുമൊക്കെ. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അനഘയ്ക്കുണ്ടാകരുതെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയത്താണ് അബിയുടെ ആളുകൾ വീടിന് ചുറ്റുമുണ്ട്. എങ്ങനെയും ഫോൺ അടിച്ചു മാറ്റാനായിട്ട് വരികയായിരുന്നു. വന്ന സമയത്ത് മുത്തശ്ശൻ ബാഗും ഫോണുമായിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. അവർ പെട്ടെന്ന് തന്നെ അബിയെ വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട്, അതെ സാറേ, ഒരബദ്ധം പറ്റി, ഞങ്ങൾ വരാൻ ഒരു 5 മിനിറ്റ് വൈകി. അതുകൊണ്ട് തന്നെ ആ ഫോൺ കൊണ്ട് സാറിൻ്റെ മുത്തശ്ശൻ പോയി എന്ന് പറയാം. എടാ, നിന്നെയൊക്കെ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നത്? അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ആര് വരുന്നു പോകുന്നതെന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞില്ലേ? അത് സാറിൻ്റെ മുത്തശ്ശൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് അറിഞ്ഞില്ല. നിമിഷങ്ങൾക്കകല്ലേ എത്തിയത്. മുത്തശ്ശൻ എന്തായാലും അറിയാം ആ ഫോണിൽ എന്തെങ്കിലും രേഖകൾ കാണുമെന്ന്. അതുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് തന്നെ വന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അബി. എന്തായാലും ശരി, മുത്തശ്ശൻ അതും കൊണ്ട് വീട്ടിലെത്തരുത്. വീട്ടിലെത്തിയ മുത്തശ്ശൻ ആ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കും. എല്ലാ കള്ളത്തരങ്ങളും പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മുത്തശ്ശനെ എങ്ങനെയെങ്കിലും തടയണം. വഴിയിൽ എവിടെയെങ്കിലും തടഞ്ഞാണെങ്കിലും ആ ബാഗ് തട്ടിയെടുക്കണം. അപ്പം അവർ പറയാ, ഞങ്ങൾ വഴിയിൽ തടയാൻ ചെന്നാൽ സാറിൻ്റെ മുത്തശ്ശന് ഞങ്ങളെ നന്നായിട്ടറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ചും അനഘയുടെ വീട്ടിൽ വെച്ചും ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ. വേറെ ആരെയെങ്കിലും സാർ അറേഞ്ച് ചെയ്യാൻ പറയണം. അങ്ങനെ അബി വേറെ 2 പേരെ അറേഞ്ച് ചെയ്യാണ്. അവർ മുത്തശ്ശൻ പോരുന്ന വഴിക്ക് തന്നെ തടയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശൻ വണ്ടിയിൽ കയറി ഇരുന്ന ഉടനെ തന്നെ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മുത്തശ്ശന് ഒന്നും കാണാതെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആദർശിൻ്റെ നമ്പറൊക്കെ വെച്ച് സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആദർശിൻ്റെ ഒരു നമ്പർ പോലും അതിൽ സേവ് ചെയ്തിട്ടിട്ടില്ല അനഘ. അപ്പം മുത്തശ്ശന് മനസ്സിലാകാണ് ആദർശല്ല. അങ്ങനെയാണെങ്കിൽ ആദർശിൻ്റെ ഒരു നമ്പർ അനഘ സേവ് ചെയ്തിട്ടേനെ. അനഘ ആദർശിനെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തേനെ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നോക്കുമ്പോഴേക്കും അബിയുടെ 1-2 ഫോട്ടോ കാണുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശന് തോന്നുകയാണ്, ഇതെന്താ ഇവൻ്റെ ഫോട്ടോ? ഇവനായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ. ചന്തുമോളുടെ അച്ഛനും ഇവൻ തന്നെയായിരിക്കും. ആദർശ് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അബിയെ എനിക്ക് നേരത്തെ മുതലേ സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ച് മുത്തശ്ശൻ അബിയുടെ നമ്പർ അതിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അബിയുടെ നമ്പർ അതിലുണ്ട് കേട്ടോ. അങ്ങനെ വാട്സപ്പൊക്കെ ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് മുത്തശ്ശൻ. നോക്കുമ്പം അനഘയും അബിയും തമ്മിലുള്ള ചാറ്റ് കാണുകയാണ്. അപ്പോൾ മുത്തശ്ശൻ അത് എടുത്തിട്ട് നോക്കുമ്പം കുറേ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അനഘ കുറേ പ്രാവശ്യം അബിയെ വിളിച്ചിട്ടും ഒക്കെയുണ്ട്. കുറേയധികം മെസ്സേജുകളും അയച്ചിട്ടുണ്ട്. എല്ലാത്തിലും അനഘ കരഞ്ഞുകൊണ്ട് ചന്തുമോളെ ഏറ്റെടുക്കണം എന്നാണ് അബിയോട് പറയുന്നത്. അബിയാണെങ്കിൽ ഓരോ ഒഴിവുകൾ പറഞ്ഞ് തള്ളി നീക്കുന്നുമുണ്ട്. അവസാനമായിട്ട് അനഘ പറയുന്നുണ്ട്, അബി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം. നീ ഇപ്പോഴും അതിന് തയ്യാറാവുന്നില്ല. എനിക്കിപ്പം ഇനി എത്ര ദിവസം ആയുസുണ്ടെന്ന് കൂടി അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ നീ ചന്തുമോളെ ഏറ്റെടുക്കാതിരുന്നാൽ പിന്നെ എന്താ ചെയ്യുക? അതുകൊണ്ട് നീ ഏറ്റെടുക്കണം എന്ന് പറയുക. അപ്പോൾ അബി റിപ്ലൈ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരാഴ്ച കൂടി സമയം താ, അപ്പോൾ ഞാൻ മോളെ ഏറ്റെടുത്തോളാം എന്ന് പറയാണ്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, എന്നിട്ടും നീ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് എത്തും. നിൻ്റെ എല്ലാ കളത്തരങ്ങളും ഞാനവിടെ പറയും, നീ മനസ്സിലാക്കിക്കൂ എന്നൊക്കെ അനഘ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാറ്റെല്ലാം കാണുമ്പോൾ തന്നെ മുത്തശ്ശന് മനസ്സിലാകാണ് അബിയാണ് ഈ കള്ളത്തരത്തിൻ്റെ എല്ലാം പിന്നിൽ. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം മുത്തശ്ശന് വ്യക്തമാകുകയാണ്. മുത്തശ്ശൻ ആ ഫോൺ ബാഗിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് അബിയുടെ ഗുണ്ടകൾ വന്നിട്ട് മുത്തശ്ശൻ്റെ കാർ തടഞ്ഞു നിർത്തി വന്നത്. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ ഡോറ് തുറന്ന് ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ മുത്തശ്ശൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് വലിച്ചെടുത്തിട്ട് പോവുകയാണ്. മുത്തശ്ശനെ തള്ളി താഴെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അതേസമയം മുത്തശ്ശൻ വീഴുകയാണ്. അപ്പോൾ ഡ്രൈവർ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് മുത്തശ്ശനെ. അതിനുശേഷം ആദർശിനെ വിളിക്കുകയാണ് ഡ്രൈവർ. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശ് സാറേ, ഞങ്ങൾ വണ്ടിയിൽ പോരുമ്പം സാറിൻ്റെ മുത്തശ്ശനെ കുറേ പേര് കൂടി തടഞ്ഞു. വണ്ടിയിൽ നിന്ന് തള്ളി താഴെയിട്ട് കയ്യിലുണ്ടായിരുന്ന ബാഗ് കൈക്കലാക്കി പോയി. സാറ് പെട്ടെന്ന് ഇവിടം വരെ വരണമെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആദർശ് ഓടി അവിടെ എത്തുകയാണ്. എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട്, എന്താ മുത്തശ്ശന് പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് പറ. അപ്പം മുത്തശ്ശൻ പറയാണ്, കുഴപ്പമൊന്നുമില്ല ആദർശേ, ഞാൻ അനഘയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നതാ. അപ്പോൾ ആരോ 2 പേര് വണ്ടി തടഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന ബാഗ് കൊണ്ടുപോയി എന്ന് പറയാം. എന്താ മുത്തശ്ശ ആ ബാഗിൽ ഉണ്ടായിരുന്നത്, എന്താ?
അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, സാരമില്ല, നീ വാ, നമുക്കവരെ കണ്ടെത്താമെന്ന് പറയാണ്. എന്നും പറഞ്ഞ് ആദർശിൻ്റെ വണ്ടിയിലേക്ക് കയറുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് ആദർശിനോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, ശരിയാണ്, എനിക്കും തോന്നിയിരുന്നു, അബി ആദ്യം മുതലേ ഇതിൽ കളിക്കുന്നുണ്ടായിരുന്നു. എന്നെ കുറ്റക്കാരനാക്കാൻ അവനൊരു വ്യഗ്രതയുണ്ടായിരുന്നു. ആദ്യമേ നല്ല കുഞ്ഞ് ചമ്മഞ്ഞ് നിന്ന് എല്ലാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. അതിനുശേഷം ആരും അറിയാതെ ഇരുന്ന സമയത്തും ചന്തുമോള് എൻ്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർത്തത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനും അവൻ പല പ്രാവശ്യവും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവൻ എല്ലായിടത്തും ജയിച്ച് നിൽക്കുക. തരം കിട്ടുമ്പോഴൊക്കെ എന്നെ തല്ലി താഴെ ഇടുന്നുമുണ്ട്. അതുകൊണ്ട് അവൻ തന്നെയാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും അറിയാതെ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശ ഞാനതൊന്നും പറയാതിരുന്നത്. പക്ഷേ ഞാനും നയനയും കൂടി DNA ടെസ്റ്റിനുള്ള സാമ്പിളുകളൊക്കെ എടുത്തിട്ട് ആ കിരണിൻ്റെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടക്കാമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പം സത്യങ്ങളൊക്കെ എനിക്ക് ബോധ്യമായി ആദർശേ എന്ന് പറയാണ്. പക്ഷേ ആ വ്യക്തമായ തെളിവുകൾ, ആ ഫോൺ, അതൊക്കെ അവന്മാർ കൊണ്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, അതൊക്കെ അവർ കൊണ്ടുപോട്ടെ, പക്ഷെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായല്ലോ. മുത്തശ്ശൻ ഇതെല്ലാം മനസ്സിലാക്കിയെന്ന് അവൻ അറിഞ്ഞു കഴിയുമ്പം ഇനിയിപ്പോൾ അവൻ ഒന്നും ഒതുങ്ങുമായിരിക്കും. അപ്പം മുത്തശ്ശൻ പറയാണ്, ഇല്ല, ഞാനിതൊന്നും മനസ്സിലാക്കിയെന്ന് അവനിപ്പോൾ തൽക്കാലം അറിയണ്ട. നിങ്ങളുടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ആ സ്വർണ്ണക്കടയിലുണ്ടായ ആ സ്വർണ്ണ കേസ്, അതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയണം. അബിയാണത് ചെയ്തതാണ് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും അങ്ങനെ ഒരു ചതി ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ അവനെതിരെ തെളിവുകളും അന്വേഷണവും ഒന്നും നേരെ പോകാത്ത സ്ഥിതിക്ക് അതൊന്നും കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. ഏതായാലും ഇപ്പം അനഘയും അവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞെന്ന് വിചാരിക്കണ്ട. ഞാൻ ആ ഫോൺ കണ്ടില്ല എന്ന് തന്നെ അവൻ വിചാരിച്ചോട്ടെ. പക്ഷേ വ്യക്തമായ തെളിവുകൾ കിട്ടുമ്പം നമുക്കവനെ പൂട്ടണം. ഇപ്പം ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അവിടെ ചെന്ന് പറഞ്ഞാൽ അവൻ അവിടെ എന്തെങ്കിലും കളത്തരം പറഞ്ഞ് മെഴുകും. കാരണം നമ്മുടെ കയ്യിൽ ആ ഫോൺ പോലും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ആദർശേ, നമുക്ക് കുറച്ചുകൂടി ക്ഷമിക്കാം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശന് സത്യാവസ്ഥ മനസ്സിലായല്ലോ, അതുകൊണ്ട് എനിക്ക് അത്രയും സമാധാനമായെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ലേലും ആദർശ് എനിക്കറിയായിരുന്നു നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം 100% എനിക്ക് ബോധ്യമായിരുന്നു. പിന്നെ അബിയെ പഴിവയ്ക്കാൻ മാത്രം എന്തെങ്കിലും തെളിവ് കിട്ടാതെ അത് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഞാനതൊക്കെ മറച്ചു വച്ചതെന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, നമ്മുടെ കടയിലെ കള്ളത്തരത്തിൻ്റെ കാര്യങ്ങളൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ കൂടി മുൻകൈ എടുക്കണം. എങ്ങനെയെങ്കിലും പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് അതൊന്ന് അന്വേഷിപ്പിക്കാനായിട്ട് മുത്തശ്ശൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഒന്ന് കാണണം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പോഴത്തെ SI ആ അന്വേഷണം ഇഴച്ചാണ് കൊണ്ടുപോകുന്നത്. അബിയുടെ കയ്യിൽ നിന്ന് 10 or 4 വാങ്ങിച്ച് കാണും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നത്. അയാളെ മാറ്റി പുതിയ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം നന്നായിട്ട് നടക്കും. അതിലെ കള്ളനെ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ DGPയെ വിളിച്ച് പറയാമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ അന്വേഷണം ദ്രുതഗതിയിലാക്കാൻ വേണ്ടിയിട്ട് DGPയെ വിളിച്ച് പറഞ്ഞ് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെയൊക്കെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ തന്നെ ആ സ്വർണ്ണപ്പണിക്കാരനെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്വസ്റ്റ്യൻ ചെയ്യാണ് കേട്ടോ. അതുപോലെ അബിയാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനിൽ ഇങ്ങനെ നടക്കുകയാണ്. നവ്യയോട് നല്ല രീതിയിൽ തന്നെ ആദർശിനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നവ്യയുടെ മനസ്സ് മുഴുവൻ വിഷം കുത്തി നിറച്ചത് കാരണം തന്നെ നവ്യയ്ക്ക് ചന്തുമോളോട് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. ചന്തുമോള് നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും നവ്യ അവിടെ അടുപ്പിക്കാതിരിക്കുകയും ചന്തുമോളെ ഓടിച്ചു വിടുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ചന്തുമോൾക്ക് ഭയങ്കര വിഷമമായിട്ട് ചന്തുമോളെ ഇറങ്ങി പോവുക. ആ സമയത്ത് നയന കയറി വന്ന് ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ വിഷമിച്ചു പോകുന്നത്? നിനക്ക് എന്താ സംഭവിച്ചേ? എന്തിനാ നീ കരയുന്നേ? അപ്പോൾ ചന്തുമോള് പറയാണ്, ഈ ആൻറ്റി പറഞ്ഞു എന്നോട് കുഞ്ഞാവയുടെ അടുത്ത് പോകരുതെന്ന്. അടുത്ത് പോയാൽ ഞാൻ കുഞ്ഞുവാവയെ ഉപദ്രവിക്കുമെന്ന്. ഞാൻ കുഞ്ഞുവാവയെ ഉപദ്രവിക്കില്ല നയനാമേ. അപ്പം നയന പറയാം, മോൾ അതിനാണോ കരയുന്നത്? കുഞ്ഞുവാവയുടെ അടുത്ത് പോണോ? എങ്കിൽ നയനാമ്മ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നയന കൊണ്ടുവരികയാണ് ചന്തുമോളെ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തിനാ നയനെ നീ ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ അതിനെ ഇപ്പം അങ്ങ് ഇറക്കി വിട്ടതേ ഉള്ളൂ. കൊച്ചിൻ്റെ അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നറിയാവോ? ഏതൊക്കെ സാഹചര്യത്തിൽ ജീവിച്ചതാ ഇതൊക്കെയെന്ന് നിനക്കറിയാവോ? അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നത്? അബി ചേച്ചിയുടെ മനസ്സിലേക്ക് നന്നായിട്ട് വിഷം കുത്തി നിറച്ചിട്ടുണ്ടല്ലേ. ചന്തുമോളൊരു പാവം കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അത് മോശമായ സാഹചര്യത്തിലൊന്നും ജീവിച്ചതല്ല. ചന്തുമോള് ചേച്ചിയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയില്ല. ഇങ്ങനെയൊന്നും ചേച്ചി മാറരുത്. സത്യങ്ങളൊക്കെ അറിയുമ്പം ചേച്ചിക്ക് ഇനിയും ദുഃഖിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഓർത്തോ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. എന്നിട്ട് ചന്തുമോളെ കൂട്ടിക്കൊണ്ട് നയന പുറത്തേക്ക് പോവാണ്.
അതേസമയം തന്നെ ജുവലറിയിലെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കാൻ വേണ്ടി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അബി വിറച്ചു മാറി വേറൊരു മുറി നിൽക്കുന്നുണ്ട്. അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, പഴയ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ അയാൾക്ക് കുറച്ച് പണമൊക്കെ കൊടുത്തതായിരുന്നു, കാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്തേനെ. ഇപ്പോൾ അതൊന്നും അല്ലല്ലോ സാഹചര്യം. ദേ ഇപ്പം ഇയാളെ കൊണ്ട് വന്നിരിക്കുന്നു, ഇതെല്ലാം പൊളിയുമെന്നാ തോന്നുന്നേ. മൊത്തത്തിൽ എല്ലാം നശിക്കും. ഒരു വിധത്തിലൊന്ന് കരകയറി വന്നതാ. ആദർശിൻ്റെ തലയിലേക്ക് എല്ലാം വെച്ചിട്ട് പടിപടിയായിട്ട് കയറാമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് ആ കിളവൻ വീണ്ടും ഈ അന്വേഷണം മാറ്റിയത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വർണ്ണപ്പണിക്കാരനോട് ചോദിക്കുകയാണ്. സ്വർണ്ണപ്പണിക്കാരൻ ആകെപ്പാടെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. മൂർത്തി മുത്തശ്ശനും കൂടെ തന്നെയുണ്ട്. അപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല. അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, താനല്ലെങ്കിൽ പിന്നെ ആരാടോ ഇതിനൊക്കെ കൂട്ടുനിന്നത്, എന്താടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ അയാളോട് ചോദിക്കുന്നുണ്ട്, എടോ തൻ്റെ പഴയ തലമുറകളൊക്കെ ഇവിടുത്തെ പണിക്കാരായിരുന്നു, തൻ്റെ അച്ഛനപ്പൂപ്പന്മാരെല്ലാം, അവരാരും ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല. തൻ്റെ കുടുംബത്തിലേക്ക് എന്ത് സഹായവും ഈ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ താൻ ഇതിനൊക്കെ കൂട്ടുനിന്നോ എന്ന് ചോദിക്കുമ്പം അയാൾക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. പേടിച്ചിട്ട് അയാൾ പറയാണ്, സാറേ എന്നോട് ക്ഷമിക്കണം, എന്നെ കേസിലൊന്നും കൊടുക്കരുത്. കാരണം ഞാൻ ഇതിന് കൂട്ടുനിന്ന് സ്വർണം പണിത് കൊടുത്തു. ഇവിടുത്തെ തന്നെ അബിസാറാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്നോട് പറഞ്ഞത്. അബിസാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയുമ്പം മുത്തശ്ശൻ അയാൾക്ക് ഒറ്റൊരടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അബി പറഞ്ഞാൽ താൻ എന്തും ചെയ്യുമോ? അബിയെക്കുറിച്ച് തനിക്ക് അറിയാൻ പാടില്ലായിരിക്കും, പക്ഷേ ഇങ്ങനൊരു കള്ളത്തരത്തിന് താൻ കൂട്ടു നിൽക്കരുതാഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ തന്നെപ്പോലൊരു പണികാരൻ ഈ ജ്വല്ലറിയിൽ വേണ്ട. എസ് ഐയോട് പറയുന്നുണ്ട്, അബിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുക, അവനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയാണ്. അപ്പോൾ അബിയെ വിളിക്കുന്നുണ്ട്. അബി വന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾ നുണ പറയുന്നതാണ്, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. മുത്തശ്ശൻ അറിയില്ലേ, നമ്മുടെ ജ്വല്ലറിയല്ലേ, നമ്മളല്ലേ എല്ലാവരും ഈ ട്രസ്റ്റിലുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ലാഭം എനിക്കും കൂടിയുള്ളതല്ലേ. പിന്നെ ഇങ്ങനൊരു കള്ളത്തരം ചെയ്ത് ലാഭം ഉണ്ടാക്കി നമ്മുടെ ജ്വല്ലറിയുടെ പേര് കളയാൻ ഞാൻ നോക്കുമോ? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അബി നീ ഒരുപാടൊന്നും ഉരുണ്ട് കളിക്കണ്ട, നിന്നെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്കറിയാം. അതിൻ്റെയൊക്കെ ഒരു വ്യക്തതയും തെളിവുകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ ഞാനൊന്നും മിണ്ടാതിരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടട്ടെ സാർ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇവൻ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ജ്വല്ലറിക്കുള്ളിലുള്ള ഇവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടാൽ എന്തായിരിക്കും നമ്മുടെ ജ്വല്ലറിയുടെ അവസ്ഥ? ഇവൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചു, എന്തായാലും മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം, അത് തന്നെയാണ് വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ സ്വന്തം കട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ പുറത്തുണ്ടാകുന്ന മാനക്കേട് എന്തായിരിക്കും? നമ്മുടെ മറ്റുള്ള സ്വർണ്ണക്കടക്കാരൊക്കെ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം മുതരണ്ട, അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുത്തോളാം സാർ എന്ന് പറയുകയാണ്. അങ്ങനെ അബി തൽക്കാലം അവിടെ നിന്ന് ഒഴിയുവാണെങ്കിൽ പോലും മുത്തശ്ശൻ പറയുന്നുണ്ട്, അബി നീ ചെയ്ത ഈ തെറ്റ് ഇതിൻ്റെ പരിണത ഫലം നീ അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെ പറയാണ്. അതുകൊണ്ട് ജ്വല്ലറിയിലെ ഒരു സ്ഥാനവും നിനക്ക് തരുന്നതല്ലെന്ന് പറയുന്നുണ്ട്. ഒറ്റ സ്ഥാനവും, അതുകൊണ്ട് ഒരു ബ്രാഞ്ച് നിന്നെ ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചായിരുന്നു, അതും വേണ്ടെന്ന് വെച്ചു. ഇവിടുത്തെ ഒരു എംപ്ലോയി ആയിരുന്നു നീ, അതും വേണ്ടെന്ന് വെച്ചു. ഇനി ഈ ജ്വല്ലറിയുടെ 5 അയലോകത്ത് പോലും നിന്റെ നിഴൽ പോലും പതിക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ അബി ആകെ മൊത്തം ടെൻഷൻ അടിച്ചിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കരുത്, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല, നീ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നീ ഇനി ഈ ജ്വല്ലറിയുടെ 5 അയലോകത്ത് പോലും അടുക്കാൻ പാടില്ല, അത് ഈ മൂർത്തിയുടെ വാക്കാണെന്ന് പറയാണ്. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് നയനയ്ക്കും ആദർശിനും കിട്ടുകയാണ് ചെയ്യുന്നത്. കിരൺ ആ റിസൾട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ സന്തോഷമാവുകയാണ് ആദർശിനും നയനയ്ക്കും. ചന്ദമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള വിവരം വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ അനന്തപുരിയിൽ ഒരു ആഘോഷം നടക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിലും അവിടെയുണ്ട്. അപ്പോൾ നവ്യ ഭയങ്കരമായിട്ട് അഹങ്കാരത്തോടു കൂടി അബിയെ ഉയർത്തി പറയുകയാണ് ചെയ്യുന്നത്. അബിയാണ് നല്ലവനെന്നും അബിയെ എല്ലാവരും മോശമായിട്ട് പറഞ്ഞെങ്കിലും അബി ഇങ്ങനെയുള്ള വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആദർശേട്ടനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നവ്യ പറയുകയാണ്. അതുപോലെ ചന്തുമോളെ കുറ്റപ്പെടുത്തിയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പം നമ്മുടെ നയനയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നയന അന്നേരം പറയുന്നുണ്ട്, നവ്യേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് ഒരു ദിവസം നവ്യേച്ചി ദുഃഖിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതാ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട്. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ, അല്ലാതെ ആദർശേട്ടനല്ല. ആദർശേട്ടനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല. ഇപ്പം ചേച്ചിക്ക് മനസ്സിലായല്ലോ ആരാണെന്ന്. അബി പല രീതിയിലും കളിച്ചാണ് ഇവിടം വരെ എത്തിയത്.
മുത്തച്ഛൻ ഈ കാര്യം നേരത്തെ അറിയായിരുന്നു. അനഘയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മുത്തച്ഛനും എല്ലാ വിവരങ്ങളും അറിഞ്ഞതാണ്. അങ്ങനെ അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം നവ്യാണെങ്കിൽ അബിക്കട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. എടാ ദുഷ്ട, നീ ആയിരുന്നോ? നിന്റെ കുഞ്ഞായിരുന്നോ ചന്തുമോള്? എന്നിട്ട് നീ അത് ആദർശേട്ടൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്നോ? ഇത്രയ്ക്ക് മാന്യതയില്ലാത്തവനാണോടാ നീ? എനിക്ക് നിന്നെ ഇനി കാണണ്ട എന്ന് പറഞ്ഞ് നവ്യ കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് കയറി പോവാണ്. അതേസമയം മുത്തശ്ശൻ ഇറങ്ങി വന്നിട്ട് അബിയെ പിടിച്ച് കുത്തിന് പിടിച്ചിട്ട് പറയാണ്, ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് നീ കണ്ടില്ലേ? ഇനി നീ ഈ അനന്തപുരി തറവാട്ടിലും വേണ്ട. ജുവലറിയിൽ മോഷണം നടത്തുകയും അനഘയെ ഉപദ്രവിച്ച് ഈ അവസ്ഥയിലാക്കുകയും ചെയ്തത് നീ തന്നെയല്ലേ? ശരിക്കും പറഞ്ഞാൽ നീ ഒരു കൊടും കുറ്റവാളിയാണ്. നിന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ അനന്തപുരി തറവാട്ടിൽ നീയും നിന്റെ അമ്മയൊന്നും ഇനി വേണ്ട. നവ്യയ്ക്കും കുഞ്ഞിനും ഇവിടെ ജീവിക്കാം, പക്ഷേ നിന്റെ നിഴല് പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒറ്റയടി കൊടുക്കുക അബിക്കിട്ട്. അബിയുടെ കുത്തിനൊക്കെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് മുത്തശ്ശൻ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്